ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 10th ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. കേരള റീഡർ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക്, പുതിയ പാഠപുസ്തകമാണ്. നമ്മൾ നോക്കുന്നത് രണ്ടാമത്തെ യൂണിറ്റായ പാത്സ് ടു പ്രോഗ്രസ്സിലെ 3rd ചാപ്റ്റർ ദ സീഡ്ലിംഗ്. സീഡ്ലിംഗ് എന്നുള്ളത് ഒരു പോയട്രി ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സീഡ്ലിംഗ് എന്ന പോയത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റീഡിംഗ്, അതിൻ്റെ മലയാളത്തിലുള്ള എക്സ്പ്ലനേഷൻ, അതിൻ്റെ അപ്രിസിയേഷൻ, ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ ഉത്തരങ്ങൾ, ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 2 പാർട്ടായിട്ടാണ് നമ്മൾ സീഡ്ലിംഗ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുക. ഇത് പാർട്ട് 1 ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നോക്കിയാലോ. ദ സീഡ്ലിംഗ് എന്ന പോയമാണ്. ബ്രേക്കിംഗ് ബാരിയേഴ്സ് അല്ല, സീഡ്ലിംഗ് ആണ് കേട്ടോ നോക്കുന്നത്. അത് സീഡ്ലിംഗ് അല്ല, ബ്രേക്കിംഗ് ബാരിയേഴ്സ് അല്ല, സീഡ്ലിംഗ് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സീഡ്ലിംഗ് എന്നുള്ള പോയട്രിയുടെ പോൾ ലോറൻസ് ഡൺബാർ ആണ് ഇതിൻ്റെ ഓതർ വരുന്നത്. നമുക്ക് ആദ്യം ഇതൊന്ന് വായിച്ചു നോക്കാം. ആസ് എ ക്വൈറ്റ് ലിറ്റിൽ സീഡ്ലിംഗ് ലേ വിത്തിൻ ഇറ്റ്സ് ഡാർക്ക് സോം ബെഡ്, to itself it fell a talking, and this is what it said: I am not so very robust, but I will do the best I can. And the seedling, from that moment its work of life began. So it pushed a little leaflet up into the light of day to examine the surroundings and show the rest the way. The leaflet liked the prospect, so it called its brother stem. Then 2 other leaflets heard it and quickly followed them. To be sure, the haste and hurry made the seedling sweat and pant, but almost before it knew it, it found itself a plant. The sunshine poured upon it, and the clouds they gave a shower, and the little plant kept growing till it found itself a flower. Little folks, be like the seedling, always do the best you can. Every child must share life's labor just as well as every man, and the sun and showers will help you through the lonesome, struggling hours, till you raise to light and beauty virtue's fair, unfading flowers. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ റീഡിംഗ് വരുന്നത്. ഞാൻ ഇതിൻ്റെ മലയാളം മീനിങ് പറയാതിരുന്നത്, ഇതിൽ തന്നെ നമ്മൾ അപ്രിസിയേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്രിസിയേഷനിൽ നമ്മൾ ഫുൾ മീനിങ്ങും കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത് പറയുമ്പോൾ മലയാളം മീനിങ് പറയാം. ഇനി അപ്രിസിയേഷൻ നോക്കാം. The Seedling by Paul Laurence Dunbar, a fine poem of hope and resilience. പ്രതീക്ഷയുടെയും റീസൈലിയൻസിൻ്റെയും ഒരു പോയമാണ് നമ്മുടെ സീഡ്ലിംഗ്. റെസൊനേറ്റ്സ് വിത്ത് ഇറ്റ് സിമ്പിൾ യെറ്റ് പോയിഗ്നന്റ് മെസ്സേജ് ഓഫ് പെർസെവറൻസ് ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി. അപ്പോൾ നമ്മൾ ഒരു ദുരിതം അല്ലെങ്കിൽ നമ്മുടെ ഒരു ബുദ്ധിമുട്ടിൻ്റെ ഇടയിലും നമുക്കൊരു പെർസെവറൻസിന്, ആത്മവിശ്വാസം, അല്ലെങ്കിൽ നമ്മൾ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യമുണ്ട്. അർജിങ് റീഡേഴ്സ് ടു എംപ്രേസ് ദെയർ പൊട്ടൻഷ്യൽ ഡെസ്പൈറ്റ് ചാലഞ്ചസ്. The poet uses the image of a young plant facing adversity to symbolize the struggles and resilience of human life. അപ്പം നമ്മുടെ ഈ പോയട്രിയിൽ ഇവിടെ പോയറ്റ് ഒരു പ്ലാന്റ്, ഒരു ചെടി ആയിട്ട് എടുത്തിരിക്കുന്നത് മനുഷ്യൻ്റെ അഡ്വേഴ്സിറ്റീസ്, ദുരിതങ്ങളും പ്രോബ്ലംസും തന്നെയാണ്. മനുഷ്യൻ എങ്ങനെയാണോ ഫേസ് ചെയ്യണത് അതിനെ തന്നെയാണ് പ്ലാന്റിൻ്റെ ലൈഫിനോട് കമ്പയർ ചെയ്തിരിക്കുന്നത്. highlighting the importance of perseverance and the potential for growth despite hardship. അപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ, ഹാർഡ്ഷിപ്സിൻ്റെ ഇടയിലും നമ്മൾ നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു എന്തുണ്ടാവും, നമ്മൾ എല്ലാം നേരിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവണം. ലൈഫ് ഇസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. ജീവിതം എന്ന് പറയുന്നത് എന്താ പറയുക, പൂമെത്തയൊന്നും അല്ല. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. Tribulations and traumas trouble and torment us, but perseverance and hard work help us to overcome them. അപ്പോൾ ഒരുപാട് പ്രോബ്ലംസും ട്രോമാസും എല്ലാം ഉണ്ട്, പക്ഷെ നമ്മുടെ പെർസെവറൻസും നമ്മുടെ ഹാർഡ് വർക്കും നമ്മളെ അതിൽ നിന്നെല്ലാം തരണം ചെയ്യാൻ സഹായിക്കും. എ പ്ലാൻ ഫേസസ് സോ മെനി പോസിബിൾ ഡേഞ്ചേഴ്സ്. അപ്പോൾ ഒരു ചെടി ഒരുപാട് ദുരിതങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട്. ലാക്ക് ഓഫ് സൺലൈറ്റ്, മോയ്സ്ചർ ആൻഡ് മാന്യൂർ, ആൻഡ് ദ ഡേഞ്ചർ ഫ്രം ഇൻസെക്ട്സ്, ബേർഡ്സ് ആൻഡ് ആനിമൽസ്. എന്തൊക്കെയാണത്? ചിലപ്പോൾ സൂര്യപ്രകാശം ലഭിക്കില്ല, ആവശ്യത്തിനുള്ള മോയ്സ്ചർ ലഭിക്കില്ല, ആവശ്യത്തിന് വളം ലഭിക്കില്ല. പിന്നെ ഇതിൽ വിത്ത് അതായത് അതിൽ സീഡ് വരുമ്പോഴും പൂ വരുമ്പോഴും ഒക്കെ ഇൻസെക്ട്സിൻ്റെ ശല്യം ഉണ്ടാവും, ബേർഡ്സ് വന്ന് കൊത്തിത്തിന്നും, ആനിമൽസിൻ്റെ ത്രെട്ട് ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. ബട്ട് വിത്ത് ഒപ്റ്റിമിസം ഇറ്റ് ഗ്രോസ്. പക്ഷെ ആ ഒരു പ്രതീക്ഷ, ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഇരിക്കുകയല്ലേ, പോസിറ്റീവായിട്ട് അത് ചിന്തിക്കുന്നതുകൊണ്ട് അത് വളരുന്നു. അഡ്വേഴ്സിറ്റി ഷുഡ് നോട്ട് ഡിറ്റർ ആസ് ഫ്രം പ്രോഗ്രസിങ് ഇൻ ലൈഫ്. ജീവിതത്തിൽ നമുക്ക് ഗ്രോത്ത് കിട്ടാൻ അഡ്വേഴ്സിറ്റീസ് ഒരു തടസ്സമല്ല.
Dunbar uses certain poetic devices to derive his message home. The imagery is superb. We get so many vivid images in the poem. We see a quiet little seedling lay within its darksome bed of soil. അപ്പം നമുക്കിവിടെ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു വിത്ത് അത് ആ സോയിൽ ബെഡിൽ കിടക്കുകയാണ്. ആ ഇരുട്ടുള്ള ആ മണ്ണിനടിയിൽ ഇരുട്ടത്ത് അത് കിടക്കുകയാണ്. വി സീ ഇറ്റ് പുഷിംഗ് ഔട്ട് ലിറ്റിൽ ലീഫ്ലെറ്റ് അപ്പ് ഇൻ ടു ദ ലൈറ്റ് ഓഫ് ഡേ ടു ചെക്ക് ദ സറൗണ്ടിങ്സ്. ആ വിത്തിനുള്ളിൽ നിന്ന് അത് പുറത്ത് വരുന്നു പൊട്ടിയിട്ട് അല്ലേ, രണ്ട് കുഞ്ഞ് ഇലകളായി ലൈറ്റിൻ്റെ ആ ഇരുട്ടിൽ നിന്ന് ലൈറ്റിലേക്ക് അത് തിരിച്ച് പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് അതിൻ്റെ ചുറ്റുപാടുകളെ അത് ചെക്ക് ചെയ്യുന്നു. ദെൻ വി സീ ടു അതർ ലീഫ്ലെറ്റ്സ് ഫോളോഡ് ബൈ മോർ ആൻഡ് മോർ ലീവ്സ് സ്പ്രൗട്ടിങ്. ആദ്യം വരുന്ന ലീഫ്ലെറ്റിൽ പിന്നാലെ വീണ്ടും കുഞ്ഞു കുഞ്ഞു ലീഫ്ലെറ്റ്സ് നമുക്ക് കാണാൻ പറ്റും, കുഞ്ഞു കുഞ്ഞു ഇലകളെ അല്ലേ. ദ പ്ലാന്റ് ഇസ് ഗ്രോവിങ്. അതിൻ്റെ അർത്ഥം എന്താ? ഈ ചെടി വളരുകയാണ്. ദ സൺഷൈൻ പോവേഴ്സ് അപ്പോൺ ഇറ്റ്. അതിൻ്റെ മേലെ സൂര്യപ്രകാശം വന്ന് പതിക്കുന്നു. റെയിൻ ഹെൽപ്സ് ദ പ്ലാന്റ് ടു ഗ്രോ. മഴ ആ പ്ലാന്റിനെ വളരാൻ സഹായിക്കുന്നു. ദ ലിറ്റിൽ പ്ലാന്റ് കീപ്സ് ഗ്രോവിങ് സ്റ്റഡിലി ടിൽ ഇറ്റ് ഇസ് ഏബിൾ ടു ബ്രിങ് ഫോർത്ത് ബ്രൈറ്റ് ഫ്ലവേഴ്സ് ഇൻക്രീസിങ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. ഓക്കെ, അപ്പോൾ ആ ഒരു ചെറിയ ചെടി വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. അതിൽ എന്താണ് ബ്രൈറ്റ് ഫ്ലവേഴ്സ് വരുന്നത് വരെ പ്രകൃതിയിലേക്ക് ബ്യൂട്ടി ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ, പൂക്കൾ വിരിയുന്നവരത് വളരുന്നു, അത് കഴിഞ്ഞും വളരുന്നുണ്ട്. The poet has many alliterations like little leaflet, leaflet like haste and hurry, seedling sweat, found itself a flower, fair unfading flowers and sun and showers. The poem is in time with rhyming words. Rhyme ആണ് കേട്ടോ. The poem with rhyming scheme AB AB and ABCB ട്ടോ. The tone of the poem optimistic and also didactic. The poem has a fine message. It tells us about the importance of self-motivation to achieve success. There is a famous proverb in English which says, you can take a horse to water but you can't make it drink. You can force a child to sit in the classroom but he will study only if he wills it. അപ്പോൾ ഇതിലൊരു പ്രൊവേർബാണ്. നമുക്കൊരു കുതിരയെ വെള്ളത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും, പക്ഷെ നമുക്ക് അതിനെ വെള്ളം കുടിപ്പിക്കാൻ ചിലപ്പോൾ സാധിക്കില്ല. അതേപോലെ തന്നെ നമുക്കൊരു കുട്ടിയെ ക്ലാസ് റൂമിൽ ഇരുത്താൻ സാധിക്കും, പക്ഷെ അവൻ വിചാരിച്ചാൽ മാത്രമേ അവൻ പഠിക്കുള്ളൂ അല്ലേ. അതുപോലെ തന്നെ യു ക്യാൻ ഫോഴ്സ് സമ്മൺ ടു എൻറ്റർ എ പ്ലേസ് ഓഫ് വർഷിപ്പ്. നമുക്കൊരാളെ എന്ത് ചെയ്യാം, വർഷിപ്പ് ആരാധനാലയങ്ങളിലേക്ക് കൊണ്ടുവരാം, പക്ഷേ അവിടെ നിന്ന് അയാൾ പ്രാർത്ഥിക്കുന്നത് ബട്ട് he will pray sincerely only when he is self motivated. അവന് സെൽഫ് മോട്ടിവേറ്റഡ് ആയി തോന്നിയാൽ മാത്രമേ അവൻ പ്രാർത്ഥിക്കുള്ളൂ. സോ ടു അച്ചീവ് സക്സസ് വി ഓട്ട് ടു ബി സെൽഫ് മോട്ടിവേറ്റഡ്. അങ്ങനെ നമുക്ക് സക്സസ് കിട്ടണമെങ്കിൽ നമ്മൾ എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കണം, സ്വയം നമ്മൾ മോട്ടിവേറ്റ് ആവണം. നോബഡി വിൽ ഇമ്പോസ് സക്സസ് ഓൺ us. ആരും നമുക്ക് സക്സസ് കൊണ്ടുതരില്ല. ഓൾ ദ സക്സസ്ഫുൾ പീപ്പിൾ ഇൻ ദ വേൾഡ് സെൽഫ് മോട്ടിവേറ്റഡ് ആൻഡ് ദാറ്റ് ഇസ് വൈ ദേ റീച്ച്ഡ് ദ ഹൈറ്റ്സ് ദേ വാണ്ടഡ് ടു റീച്ച്. The seedling is able to grow and produce blooms because it was self-motivated and the nature helped it by giving it sunshine and rain. The same is the case with us. Do our duty and then the rest will happen. അപ്പോൾ ഇവിടെയും ഈ വിത്തിനെ ആരും സെൽഫ് മോട്ടിവേറ്റ് ചെയ്തിട്ടില്ല, അത് സ്വയം പരിശ്രമിച്ച് പുറത്ത് വന്ന് ആ വെയിലും മഴയും അതിന് കിട്ടിയത് അല്ലേ. ആ ഇരുട്ടത്ത് നിന്ന് അത് പുറത്ത് വന്നത് കൊണ്ടാണ്. നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക, ബാക്കിയുള്ളത് സംഭവിച്ചോളും. അപ്പോൾ ഇതാണ് ഈ പോയട്രിയിൽ വരുന്നത്. ഇനി വരുന്നത് ചോദ്യോത്തരങ്ങളാണ്. ലെറ്റ്സ് റിവൈൻഡ് ആൻഡ് റിജോയ്സിലാണ് 5 ചോദ്യങ്ങൾ ഇരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. വാട്ട് ട്രിഗേർഡ് ദ സീഡ്ലിങ്സ് വർക്ക് ഓഫ് ലൈഫ്? The statement of the seedling, I am not so very robust but I will do the best I can, triggered the seedling's work of life. What is inspiring about the seedling's attitude to life? Its humility, its willingness to do its best and its optimism are inspiring about the seedling's attitude to life. Why was the seedling in a hurry to come out of the earth? The seedling was in a hurry to come out of the earth because the leaflet it had sent up into the light of day to examine the surroundings liked the prospect and told the stem about it. How is the growth of the plant described in the poem? The seedling sent a leaflet up into the light of day to examine the surroundings. The leaflet liked the prospect and told the stem about it. Then 2 other leaflets heard it and then they quickly followed it. The haste and hurry surely made the seedling sweat and pant, but almost before it knew, it found itself to be a plant. The sunshine poured upon it, the clouds gave it water, the little plant kept growing till it produced a flower. What message does the seedling give us? We may not be robust and perfect, but we should do our best and then surely
God, nature will help us to bring bright blooms of success and contentment. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൽ വരുന്നത്, ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പാർട്ട് 2 ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കംപ്ലീറ്റ് ആക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക, തുടർന്ന് വാച്ച് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.